ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് ഇത് ഹോർമോണുകളാണെന്ന്. പക്ഷേ അത് എൻ്റെ ഭക്ഷണക്രമമായിരുന്നു. ആദ്യം ക്ഷീണം വന്നു, പിന്നെ കഠിനമായ ബോഡി വെയ്റ്റ്, അതിൻ്റെ കൂടെ ബ്രെയിൻ ഫോഗ്, ഉത്കണ്ഠ, മുഖക്കുരു, ക്രമരഹിതമായ ആർത്തവം, പിന്നെ അവസാനത്തെ വൈക്കോല് മുടി കൂട്ടമായി കൊഴിയുന്നു. ഞാൻ 3 ഡോക്ടർമാരുടെ അടുത്തേക്ക് പോയി. അവരെല്ലാം ഒരേ കാര്യം പറഞ്ഞു, ഇത് നിങ്ങളുടെ ഹോർമോണുകളാണ്. ഒരാൾ ഗർഭനിരോധന മാർഗങ്ങൾ നിർദ്ദേശിച്ചു, മറ്റൊരാൾ ഇത് സമ്മർദ്ദമാണ്, യോഗ പരീക്ഷിച്ചു നോക്കൂ. അവരിൽ ആരും എൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചില്ല. അതിനാൽ ഞാൻ സ്വയം ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. സ്പോയിലർ, ഞാൻ ജങ്ക് കഴിക്കുന്നില്ലായിരുന്നു. ഇൻ്റർനെറ്റ് എന്നോട് ആരോഗ്യകരമെന്ന് പറഞ്ഞത് ഞാൻ കഴിക്കുകയായിരുന്നു. ഗ്രനോള, ഫ്രൂട്ട് സ്മൂത്തികൾ, ഓട്സ്, മിൽക്ക് ലാറ്റുകൾ, കൊഴുപ്പ് കുറഞ്ഞ എല്ലാം. പക്ഷേ എൻ്റെ രക്തത്തിലെ പഞ്ചസാര റോളർ കോസ്റ്ററിലായിരുന്നു. പ്രോട്ടീൻ ഇല്ലാതെ ഞാൻ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു. പ്രഭാത ഭക്ഷണം ഒഴിവാക്കി. ദിവസം മുഴുവൻ ലഘുഭക്ഷണം കഴിച്ചു. കഫീൻ കഴിച്ചു ജീവിച്ചു. അടിസ്ഥാനപരമായി ഓരോ മണിക്കൂറിലും ഞാൻ ഭക്ഷണത്തിലൂടെ എൻ്റെ ശരീരത്തെ സമ്മർദ്ദത്തിലാക്കി. ഒടുവിൽ അത് ഞാൻ വൃത്തിയാക്കിയപ്പോൾ യഥാർത്ഥ പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, നാരുകൾ എന്നിവ ചേർത്ത് വ്യാജ ആരോഗ്യ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ എൻ്റെ ശരീരം ശാന്തമായി. എൻ്റെ ചക്രം ക്രമീകരിച്ചു. എൻ്റെ ചർമ്മം ശുദ്ധീകരിച്ചു. വർഷങ്ങളായി ആദ്യമായി എനിക്ക് ശാന്തത തോന്നി. അത് വെറും ഹോർമോണുകൾ മാത്രമായിരുന്നില്ല എന്ന് തെളിഞ്ഞു. ഞാൻ അവർക്ക് നൽകിയ ഇന്ധനമായിരുന്നു അത്. നിങ്ങളുടെ ഭക്ഷണം ശരിയാക്കുക. നിങ്ങളുടെ ഹോർമോൺ പലപ്പോഴും സ്വയം ശരിയാകുന്നു. If you love to watch this video, you can like, share and subscribe.